ക്രിസ്തുമസ് പുതുവത്സര ഖാദി മേളയ്ക്ക് തുടക്കം. ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ ഖാദി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മേള മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ക്രിസ്മസ് പുതുവത്സര ഖാദി മേള ജനുവരി 4 വരെയാണ് നീണ്ടുനിൽക്കുക. ഖാദി വസ്ത്രങ്ങൾക്കുൾപ്പെടെ 30% ഗവൺമെന്റ് റിബേറ്റ് അനുവദിക്കും. മേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അവിടെ ഖാദി വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതചര്യയുടെ അനുഷ്ഠാനബോധത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പയ്യന്നൂരിൻ്റെ ഖാദി ഉൽപ്പാദന കേന്ദ്രം അതിൻ്റെ സമ്പൂർണമായ അർത്ഥതലങ്ങളിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അത് ഈ ദേശീയ പാരമ്പര്യത്തിൻ്റെ ആത്മബോധവും കരുതും ശക്തിയുമൊക്കെ അതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ടാണ് ഖാദി സാരികൾക്ക് പ്രത്യേക കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. വിവിധ തരം കോട്ടൺ സാരികൾ, കലംകാരി സാരി, TNR സിൽക്ക് സാരികൾ, ടസറ സിൽക്ക്, പ്രിന്റഡ് സിൽക്ക്, പയ്യന്നൂർ പട്ട്, ശ്രീകൃഷ്ണപുരം സിൽക്ക് സാരികൾ എന്നിവ പ്രത്യേക കൗണ്ടറിൽ ലഭിക്കും. മുണ്ടുകൾ, ബെഡുകൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ, സിൽക്ക് ഷർട്ട് പീസുകൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഖാദി ബോർഡ് അറിയിച്ചു. ഖാദി ഉൽപ്പന്ന വിപണനത്തിനൊപ്പം പരമ്പരാഗത തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നതുകൂടിയാണ് ഈ മേളയുടെ ലക്ഷ്യമെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ പറഞ്ഞു. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇപ്പോഴും ചില പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം കാരണം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിൽ ചില കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ഓണത്തിന് മുമ്പേ കുറേ കൊടുത്തു, ഇനിയും കൊടുക്കാനുണ്ട്. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഖാദി വസ്ത്രങ്ങൾ പരമാവധി വിൽപ്പന നടത്തുക എന്നുള്ളത്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 30 ഖാദി കേന്ദ്രങ്ങളിൽ മേള നടക്കും. ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിനി ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM പത്മചന്ദ്രക്കുറുപ്പ്, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, പയ്യന്നൂർ ഗാന്ധി കേന്ദ്രം ഡയറക്ടർ V. ഷിബു, ജില്ലാ ഖാദി പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.